നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഫെബ്രുവരി മാസം 26-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരള അല്ല ഇനി മുതൽ കേരളം. ഭരണഘടനയിൽ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാക്കണമെന്ന സംസ്ഥാനത്തിൻ്റെ ഏറെ നാളത്തെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. ഇതിനുവേണ്ടി പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസായിട്ടുള്ള സേവാ തീർത്തിൽ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗമാണ് അംഗീകാരം നൽകിയത്. സംസ്ഥാനത്തിൻ്റെ പേര് ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ കേരള എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കേരളം എന്നാക്കി ഭേദഗതി ചെയ്യണമെന്നായിരുന്നു സംസ്ഥാനത്തിൻ്റെ ആവശ്യം. ഇതിനുവേണ്ടിയുള്ള അടിയന്തര നടപടികൾ ഭരണഘടനയുടെ അനുച്ഛേദം 3 പ്രകാരം കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ട് 2024 ജൂണിൽ കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. ഈ ആവശ്യമാണ് കേന്ദ്ര മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നത്. 2023 ഓഗസ്റ്റിലും ഇതേ ആവശ്യം ഉന്നയിച്ച് കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രം അത് മടക്കുകയായിരുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാന IT മിഷൻ മുഖേന വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പുതിയ അക്ഷയ കേന്ദ്രങ്ങൾ അനുവദിക്കുന്നതിനായിട്ട് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. സ്വയം ഒരു തൊഴിൽ അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന 18 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. +2 വിദ്യാഭ്യാസ യോഗ്യതയും അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് അപേക്ഷിക്കാനുള്ള പ്രധാന മാനദണ്ഡങ്ങൾ. കമ്പ്യൂട്ടർ അറിവ് വലിയൊരു കടമ്പയല്ല, പെട്ടെന്ന് തന്നെ ആർക്കും ആർജിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നിലവിൽ അക്ഷയ കേന്ദ്രങ്ങൾക്കുള്ള വലിയ ജനപ്രീതിയും അതിലൂടെ ലഭിക്കുന്ന മികച്ച വരുമാനവും കണക്കിലെടുക്കുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതൊരു മികച്ച സ്വയം തൊഴിൽ മാർഗമാണ്. താല്പര്യമുള്ളവർ www.akshaya.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് മുഖേന മാർച്ച് 9-ാം തീയതിക്കുള്ളിൽ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായിട്ട് 0471232211 0471232212 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഭൂവുടമകൾക്ക് 10 അക്ക തനത് ID യുണീക്ക് ID അടിസ്ഥാനമാക്കിയുള്ള തിരിച്ചറിയൽ രേഖയായിട്ട് ഡിജിറ്റൽ റവന്യൂ കാർഡ് മന്ത്രി കെ രാജൻ പുറത്തിറക്കി. ഭൂവുടമയ്ക്ക് ആവശ്യമായ റവന്യൂ വകുപ്പിലെ പ്രധാന വിവരങ്ങളെല്ലാം തന്നെ ഈ കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നതിനാൽ തന്നെ വിവരങ്ങൾ തികച്ചും സുരക്ഷിതമാണെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ വിവിധ ഓഫീസുകളിൽ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ വ്യത്യസ്ത റവന്യൂ രേഖകൾ ഹാജരാക്കുന്നതിന് പകരമായിട്ട് കാർഡ് ID മാത്രം നൽകുന്ന സംവിധാനം വികസിപ്പിച്ചു വരികയാണ്. റവന്യൂ വകുപ്പിൽ നിന്ന് നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും നികുതി രസീതുകളും ഇനി ഈ കാർഡ് വഴി ക്രോഡീകരിക്കപ്പെടും. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ന്യായവില, റേഷൻ കാർഡ്, ആധാർ വിവരങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയുടെ ഇനം, തരം, വിസ്തീർണം, ഉടമയുടെ പേരും വിലാസവും, കെട്ടിട വിവരങ്ങൾ, ഭൂനികുതി, കെട്ടിട നികുതി, അധിക നികുതി എന്നിവയൊക്കെ തന്നെ കാർഡിൻ്റെ പ്രധാന ഉള്ളടക്കമാണ്. കെൽട്രോണും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ചേർന്നാണ് ഈ കാർഡ് തയ്യാറാക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഫെബ്രുവരി മാസത്തെ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ നിരവധി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകൾ വഴി നേരിട്ടൊക്കെ തന്നെ പെൻഷൻ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. തുക ലഭിച്ചവർ തീർച്ചയായിട്ടും ദയവായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അക്കൗണ്ട് വഴി ഇന്ന് തുക ലഭിക്കാത്തവർക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ടായിരിക്കും തുക എത്തിച്ചേരുക. എന്നാൽ കൈകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് വിതരണം വരും ദിവസങ്ങളിൽ, അതായത് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയൊക്കെ കൂടി ആരംഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ശനി, ഞായർ ദിവസങ്ങളിലൊക്കെ തന്നെ വിതരണം പൂർത്തിയാക്കി 5-ാം തീയതിക്ക് മുൻപായിട്ട് തന്നെ എല്ലാവർക്കും പെൻഷൻ എത്തിക്കാനാണ് സർക്കാർ ഇവിടെ ലക്ഷ്യമിടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവും ഇതോടൊപ്പം തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു മാസത്തെ കുടിശ്ശികയായ 1600 രൂപയാണ് ഇവർക്ക് ലഭിക്കുന്നത്. കൂടാതെ ഇന്ദിരാഗാന്ധി ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം കേന്ദ്രവിഹിതമായിട്ടുള്ള 300, 200, 500 രൂപ വീതം കുറവുള്ളവർക്കായിട്ട് ആ തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. നിലവിൽ ലഭിച്ചിരിക്കുന്ന തുകയിൽ കുറവുള്ളവർക്ക് 2-3 ദിവസത്തിനകം തന്നെ ബാക്കി തുക കൂടി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. അതിനാൽ തന്നെ 1500, 1700, 1800 എന്നിങ്ങനെ ലഭിച്ചവർക്ക് ബാക്കി തുകയ്ക്കായിട്ട് ഏതാണ്ട് ദിവസങ്ങൾ കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ചുരുക്കത്തിൽ കൈകളിൽ പെൻഷൻ വാങ്ങുന്നവർ വെള്ളിയാഴ്ച വൈകുന്നേരം വരെയും ബാങ്ക് അക്കൗണ്ടിൽ തുക ലഭിക്കാത്തവർ കുറച്ച് ദിവസങ്ങൾ കൂടി ഒന്ന് കാത്തിരിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. ബുധനാഴ്ച ഫെബ്രുവരി 25-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയും കൂടി. ഗ്രാമിന് 14,840 രൂപയിലും പവന് 1,18,720 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ
എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.